സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇതൊരു ലോങ് വീഡിയോയാണ്. ഞാൻ നോർമലി ഷോർട്സ് ആണ് ഇടാറുള്ളത്. അങ്ങനെ ലോങ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കുറവാണ്. പക്ഷേ ഈ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ എടുത്തതാണ്. പക്ഷേ ഇത് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നോക്കിയപ്പോഴത്തേക്കും 15 മിനിറ്റ് ഉണ്ട് ഞാൻ ഈ ഒരു ദിവസം എടുത്ത വീഡിയോസും. അപ്പോൾ എന്തായാലും അത് 1 മിനിറ്റ് ഞാൻ വെട്ടിച്ചുരുക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു. 1 മിനിറ്റുള്ള വീഡിയോ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ അതെടുത്ത് നോക്കുക. പിന്നെ ഞാനെന്താ ആദ്യം ഇത് സെക്കൻഡ് ലാസ്റ്റ് എക്സാമാണ്. ഇനി ഒരു എക്സാമും കൂടെ ഉള്ളൂ. അപ്പോൾ ഈ യൂണിഫോം ഇനി ഇടേണ്ട ആവശ്യമില്ല. ഈ ബ്ലൂ യൂണിഫോമിൻ്റെ ലാസ്റ്റ് ഡേ ആണെന്നും. അപ്പോൾ അതൊക്കെ കാരണമാണ് ഞാൻ ആക്ച്വലി ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുത്തത്. അപ്പോൾ എന്താ, ഉച്ചയ്ക്കാണ് എക്സാം, 2:30-ക്ക്. അപ്പം ഞാൻ രാവിലെ തന്നെ പോകും കോളേജിൽ. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് ഡയറക്റ്റ് കോളേജ് വരെ 2 മണിക്കൂറോളം യാത്രയുണ്ട്. സോ അത് കാരണം ഞാൻ രാവിലെ പോകും. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് പോകാറാണ് പതിവ് എല്ലാ സെമ്മിലും. അപ്പോൾ ഇത് ലാസ്റ്റ് സെമ്മാണ്, നമ്മുടെ BEd കഴിഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനെന്താ കുളിച്ചൊക്കെ കഴിഞ്ഞ് യൂണിഫോം ഇട്ടും പിന്നെന്താ അതിന് ശേഷം ഞാൻ ആദ്യം ചെയ്തത് ഐബ്രോസ് ഫില്ല് ചെയ്ത്, പിന്നെ നോർമലി നമ്മുടെ ഐലൈനർ അപ്ലൈ ചെയ്ത്. ഐബ്രോസ് ഫില്ല് ചെയ്യുന്ന ഐബ്രോ പെൻസിലായാലും ഐലൈനറായാലും ഡാസിലറിൻ്റെ ആണ്. അത് തന്നെയാണ് ഞാൻ ചെറുപ്പം മുതൽ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ പ്രൊഡക്ട്സൊന്നും അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ഭാവിയിൽ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്താ, ഇപ്പോൾ ഞാൻ ഡാസിലർ വെച്ചിട്ടാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഐബ്രോസ് എനിക്ക് കുറവാണ് ആക്ച്വലി. അപ്പോൾ ഐബ്രോസ് ഞാൻ ഈ ഇടയ്ക്കാണ് ആക്ച്വലി ഞാൻ എന്താ ഫില്ല് ചെയ്യാൻ തുടങ്ങിയത്. അതിന് മുന്നേ ഒന്നും ഞാനങ്ങനെ എനിക്കൊട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു ഈ ഐബ്രോസ് ഇങ്ങനെ ഫില്ല് ചെയ്ത്. നമുക്കെന്തോ ഒരു ബുദ്ധിമുട്ടാണ് ഈ ഐബ്രോസ് ഫില്ല് ചെയ്ത്. എനിക്കൊരു കോൺഫിഡൻസ് വളരെ കുറവായിരുന്നു ഐബ്രോസ് ഇങ്ങനെ ഇട്ട് നടക്കാൻ. പക്ഷേ പിന്നെ എപ്പോഴൊക്കെയോ ഒരു കോൺഫിഡൻസ് വന്ന് ഞാൻ ഐബ്രോസൊക്കെ ഫില്ല് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഐലൈനർ എന്തോ 4ാം ക്ലാസ് മുതലേ ഞാൻ ഐലൈനർ ഭയങ്കര പ്രോ ആയിരുന്നു. കാരണം ചെറുപ്പം മുതലേ നമ്മൾ ഇതിൽ കിടന്ന അമ്മാതിരിയാണ് ഞാൻ പരീക്ഷണം നടത്തിക്കൊണ്ടിരുന്നത് വെച്ചിട്ടും ഈ ഐലൈനർ, ഡാസിലറിൻ്റെ ഐലൈനറും. അപ്പോൾ അത് നല്ലൊരു മെമ്മറിയാണ്. പിന്നെന്താ, മുഖത്തിലങ്ങനെ ഞാൻ ബേസ് മേക്കപ്പ് അങ്ങനെ ഒന്നും ചെയ്യാറില്ല. നോർമലി അല്ല, എൻ്റെ സ്കിൻ ഭയങ്കര ഇതാണ്, എന്താ പറയുക, ഭയങ്കരമായിട്ട് വിയർക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ചൂടത്തായാലും എല്ലാ തണുപ്പത്തായാലും ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് വിയർക്കുന്നൊരു ബോഡി ടൈപ്പാണ് എൻ്റെ. അപ്പോൾ അത് കാരണം ഞാനങ്ങനെ ബേസ് മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല. പിന്നെന്താ, ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വാസ്ലിൻ അപ്ലൈ ചെയ്തു. വാസ്ലിൻ അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ സാധാരണ ലിപ്സ്റ്റിക് ആയാലും ലിപ് കളറായാലും ഞാൻ അപ്ലൈ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാനൊന്ന് എന്താ പറയുക, വാസ്ലിൻ ഒന്ന് തേച്ചിട്ട് ഇത്തിരി നേരം, നമ്മളപ്പം തന്നെ ലിപ്സ്റ്റിക് ഇടരുത്, ഇത്തിരി നേരം ഒന്ന് ആ വാസ്ലിൻ സെറ്റാകുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഞാൻ ഈ കമ്മൽ, ഇത് സിൽവർ കമ്മലാണ് എൻ്റെ. പക്ഷേ ഇത് ഇടാൻ പറ്റുന്നില്ല. ഈ ഒരു ചെവിയിൽ ഞാൻ ഇട്ട് നോക്കി, പക്ഷെ മറ്റേ ചെവിയിൽ ഇടാൻ പറ്റുന്നില്ല. അത് കാരണം ഞാൻ ദൂരെ മാറ്റി എൻ്റെ നോർമൽ കമ്മൽ, ഞാൻ എപ്പോഴും ഈ ഒരു കമ്മലാണ് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ആ ഒരു കമ്മലാണ് റിംഗ്. ഇത് ഒരു 3 വർഷത്തെ പഴക്കമുണ്ട് ഈ ഒരു കമ്മലിന്. പക്ഷെ നോർമലി യൂണിഫോമിൻ്റെ കൂടെ എനിക്ക് ഈ ഒരു മീഡിയം സൈസ് റിങ്ങാണ്. ഇത് ഇടുമ്പോഴാണ് എനിക്കൊരു എന്തൊരു സംതൃപ്തി ഉള്ളത്. വേറെ കമ്മലൊക്കെ ഇടുമ്പോഴത്തേക്കും ആ ഒരു ഇത് കിട്ടാറില്ല. ഇതിനങ്ങനെ വലിയ വെയിറ്റും വേറെ ലോഡൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് കാഷ്വലായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന റിങ്ങാണ്. നമുക്ക് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും ഇടാം. അപ്പോൾ യൂണിഫോമിൻ്റെ കൂടെ ഞാൻ റിങ് ഇട്ടു. പിന്നെ ഞാനിപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ആദ്യം ഞാൻ ലിപ് കളർ എടുത്തു. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചു എന്ത് ചെയ്യണം, ലിപ്സ്റ്റിക്ക് ഇടണോ ലിപ് കളർ ഇടണോ. പിന്നെന്താ, ബാക്കി എക്സസ് ആയിട്ടുള്ള വാസ്ലിൻ ഞാൻ വൈപ്പ് ചെയ്ത് കളയും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ നമ്മുടെ ആ ഒരു ഗ്ലോസി എഫക്റ്റ് കിട്ടും ചുണ്ടിൽ. അപ്പോൾ എനിക്ക് ഗ്ലോസി അങ്ങനെ ഇഷ്ടമല്ല, എനിക്ക് ന്യൂഡായിട്ട് ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം ലിപ്സ്റ്റിക്ക്. അപ്പോൾ ഇത് ന്യൂഡ് ലിപ്സ്റ്റിക്കാണ്. ഡാസിലറിൻ്റെ തന്നെ ഏതാണ് ഷെയ്ഡ് എന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല. ഷെയ്ഡ് വേണമെങ്കിൽ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ എന്താ, നിങ്ങൾ നോക്കുക. ഇത് അത്യാവശ്യം നല്ല എവരിഡേ ലിപ്സ്റ്റിക്കാണ്. അത്യാവശ്യം ഫെയർ സ്കിന്നിനായാലും മീഡിയം സ്കിന്നിനായാലും ഈ ഒരു ലിപ്സ്റ്റിക്ക് അത്യാവശ്യം നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിരിക്കും. മീൻസ് ഒരു അത്ര ഓവറായിട്ട് നമുക്ക് തോന്നില്ല. ഇത് കാണുമ്പോഴത്തേക്കും ഭയങ്കര ഡാർക്കാണെന്ന് തോന്നും ഈ ഒരു ഇതും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഉച്ചക്ക് എന്ത് വേണം, ഭൂരി വേണോ അല്ലെങ്കിൽ സാധാരണ ചോറ് വേണോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഭൂരി ആണെങ്കിൽ ഭൂരി എടുത്തോ, ചോറ് വേണ്ടാന്ന് പറഞ്ഞു ഉച്ചക്കത്തേക്ക്.
പിന്നെന്താ ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്ക് ഇടാൻ തുടങ്ങി. ഇതൊരു ന്യൂഡ് ഷെയ്ഡാണ് ഐ തിങ്ക്. ഡാസ്ലറിൻ്റെ തന്നെ ന്യൂഡ് കളറാണ്. ഒരു ബ്രൗണും അല്ല പിങ്കും അല്ലാത്തൊരു ഒരു മീഡിയം ഒരു കോപ്പർ ഷെയ്ഡല്ല, പക്ഷെ എന്നാലൊരു അധികം റെഡും അല്ല എന്നാൽ തീരെ ഒരു ബ്രൗണും അല്ലാത്ത ആ ഒരു മീഡിയം ഷെയ്ഡാണിത്. അത്യാവശ്യം എന്താ ഓവറൊന്നും അല്ല, നമുക്ക് യൂസ് ചെയ്യാം, ഡെയിലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ലിപ്സ്റ്റിക്കാണ്. ആക്ച്വലി ഞാൻ ലിപ് കളറൊക്കെ ഇടുമ്പോഴത്തേക്കും ഒരുമാതിരി നല്ല കോമഡി ആയിരിക്കും. എനിക്കങ്ങനെ ഇടുമ്പോഴത്തേക്കും എനിക്കങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഭയങ്കര ഡാർക്ക് കളേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത് എനിക്കിഷ്ടമൊക്കെയാണ്. പക്ഷെ എക്സാമൊക്കെ ആയത് കാരണം ഞാൻ ഇങ്ങനത്തെ മീൻസ് അത്യാവശ്യം ഒരു നമുക്ക് പറ്റാവുന്നൊരു ഷെയ്ഡാണ് ഞാൻ അപ്ലൈ ചെയ്തത്. കാരണം ഓവറായിട്ട് എനിക്കെന്തോ ഒരു അൺകംഫർട്ടബിലിറ്റി തോന്നും. അതാണ് ഞാൻ ഈ ഒരു നോർമൽ ന്യൂഡ് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തത്. സാധാരണ ഞാൻ ഭയങ്കര ഡാർക്ക് ഷെയ്ഡാണ് ഇടാറുള്ളത്. ഇപ്പോൾ യൂണിഫോമിൻ്റെ കൂടെ ആയാലും അല്ലാത്ത ഡ്രസ്സിൻ്റെ കൂടെ ആയാലും എനിക്കിഷ്ടമാണ് ഡാർക്ക് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെന്താ അതിന് ശേഷം ഞാൻ എൻ്റെ കോട്ട് ഇതാണ്ട് ഞാൻ ബ്ലൂ എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മൾ ഈ കോട്ട് ഇട്ടിട്ടില്ലെങ്കിൽ ഈ യൂണിഫോമിൻ്റെ കളറൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ആഷാണ്. ഈ കോട്ട് ഇടുമ്പോഴാണ് നമ്മുടെ ബ്ലൂ യൂണിഫോം ആകുന്നത്. അപ്പോൾ ഈ യൂണിഫോമിൻ്റെ എന്താ 2 വർഷത്തെ ഉപയോഗം ഇന്നത്തോടെ തീരണയാണ്. അത് കാരണം എനിക്കെന്തോ ഭയങ്കര ഒരു വിഷമമുണ്ട്. എനിക്കെന്താണെന്നറിയില്ല, നമുക്ക് ഇനി അത് ഇടാൻ പറ്റില്ല ആ ഒരു ഫീല്. കാരണം ഇടാൻ പറ്റില്ലെന്നല്ല, നമുക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഇടാം. പക്ഷേ അതിൻ്റെ ഒരു ഒഫീഷ്യലി ഒരു യൂസ് ഇവിടെ വെച്ച് തീരണയാണല്ലോ ഇന്നത്തെ ദിവസം കൊണ്ട്. അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ എനിക്കെന്തോ ഭയങ്കര ഒരു വിഷമമുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമ്മളെന്താ എക്സാം എഴുതാൻ പോകണമല്ലേ. പക്ഷെ എന്നാലും അതാ എനിക്കെന്തോ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു യൂണിഫോമിനോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടോ അതെനിക്കറിയില്ല, ഇതെങ്ങനെ ഞാനിത് പറയണ്ടേന്ന്. പക്ഷെ എന്നാലും എന്തോ ഒരു എൻഡ് ഫീല്, നമ്മുടെ ലൈഫിൽ എന്തോ ഒരു വലിയൊരു സംഭവം തീരുന്ന ആ ഒരു ഫീൽ എനിക്കുണ്ടായി രാവിലെ. അപ്പോൾ അത് കാരണമാണ് ഞാൻ ആക്ച്വലി ഈ വീഡിയോ തന്നെ എടുക്കാമെന്ന് ഞാനിങ്ങനെ, എനിക്കൊട്ടും മൂഡുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും എടുക്കാം എന്ന് കരുതി എടുത്തതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ട്. വെള്ളം ഞാൻ നല്ല രീതിയിൽ ഞാൻ കുടിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ചൂടത്ത് ഇങ്ങനെ മിനിറ്റിന് നമുക്ക് വെള്ളം കുടിച്ചൊന്ന് ഹൈഡ്രേറ്റ് ആക്കിയാലാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഒട്ടും നമുക്ക് പറ്റില്ല. കുപ്പിയിലൊക്കെ ഇപ്പോൾ നമ്മൾ കോളേജിലായാലും ക്ലാസ്സിലായാലും കുപ്പിയിലൊക്കെ വെള്ളം കൊണ്ടുപോകുന്നത് എൻ്റെ ബസ്സൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ തന്നെ ഞാൻ ഞാൻ കോളേജ് എത്തുമ്പോൾ തന്നെ എൻ്റെ വെള്ളം കുടിച്ച് തീരാറാണ് ഇപ്പോൾ പതിവ്. പിന്നെന്താ നമ്മുടെ ഹെയർ ഞാൻ ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിപ്പാണ് ചെയ്തത്. വേറെ ഒന്നും ചെയ്യാനായിട്ടൊരു മൂഡില്ല ആക്ച്വലി. അപ്പോൾ നോർമലി ഒരു ക്ലിപ്പ് ഇട്ടു. നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണോ? ആക്ച്വലി ഇതിപ്പോൾ BEd കോളേജ് ആയത് കാരണം അങ്ങനെ ഹെയറിനൊന്നും അങ്ങനെ വലിയ ഇതില്ല, എന്താ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല, ഇങ്ങനെ കെട്ടണം അങ്ങനെ കെട്ടണം. പക്ഷേ യൂണിഫോം ഡ്രസ്സിലൊക്കെ ഉണ്ട് റെസ്ട്രിക്ഷൻ. അല്ലാണ്ട് നമുക്കിപ്പോൾ ഹെയറിലായാലും നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കെട്ടാം, കുഴപ്പമില്ല. പിന്നെ അതിന് ശേഷം നമ്മുടെ ID കാർഡ് ഇട്ടപ്പോൾ ID കാർഡും കൂടി ഇടുമ്പോഴാണ് നമ്മുടെ യൂണിഫോം കംപ്ലീറ്റ് ആവുള്ളൂ. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ഡ്രസ്സും ID കാർഡും മാത്രമേ ഉള്ളൂ യൂണിഫോമിൻ്റെ പാർട്ടായിട്ട്, അല്ലാണ്ട് വേറെ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എല്ലാം സെറ്റായെന്നാണ് എൻ്റെ വിശ്വാസം. വേറെ ഒന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ? എന്നോട് തന്നെയാണ് ഞാനിപ്പോൾ അത് ചോദിക്കുന്നത് ആ ഒരു സമയത്ത്. പിന്നെന്താ, എൻ്റെ ഫ്രണ്ടിൽ ഞാനിപ്പോൾ ഫോൺ നോക്കിയിട്ടാണ് ഞാൻ റെഡി ആകുന്നതെങ്കിലും എൻ്റെ ഓപ്പോസിറ്റ് ഞാനിപ്പോൾ പോയിരിക്കുന്നത് വലിയൊരു മിററുണ്ട് എൻ്റെ റൂമിൽ. അപ്പോൾ അത് ഞാനൊന്ന് നോക്കാനാണ് ഞാൻ പിന്നെയും വന്നിരുന്ന്. എന്നിട്ട് എല്ലാം ഞാൻ ഒന്നും കൂടെ ഒന്ന് നോക്കി. എന്തൊക്കെയോ ഒരു കുറവ് എനിക്ക് തോന്നുന്നുണ്ട്, എന്തൊക്കെയോ മറന്നോ ഞാൻ. അതാണിപ്പോൾ എൻ്റെ മനസ്സിൽ, അതെന്താണെന്ന് എനിക്ക് പിടി കിട്ടുന്നില്ല. പോട്ടെ. പിന്നെയാണ് ഓർത്തത്, ഞാൻ പൊട്ട് തൊട്ടിട്ടില്ല ഐലൈനർ വെച്ചിട്ട്. ഇത് ആക്ച്വലി ഞാൻ കണ്ണെഴുതി കഴിഞ്ഞിട്ട് ഞാൻ തൊടാറുള്ളതാണ് പൊട്ട്, പക്ഷെ മറന്നു പോയി. കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു കുത്താണ് ഇടുന്നത്, ഫുൾ സ്റ്റോപ്പ്. ഓക്കെ, ഒരു സാറ്റിസ്ഫാക്ഷൻ. കുത്തും കൂടി ഇട്ടപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു പോസിറ്റിവിറ്റി കിട്ടി ആ ഒരു ദിവസത്തേക്കുള്ളത്. ഇപ്പോഴാണ് എന്തൊക്കെയോ ഒരു ഫിനിഷായി തോന്നിയത് എനിക്ക് സ്വന്തമായിട്ട് ഈ ഒരു യൂണിഫോമിൽ. പിന്നെ എന്നാൽ എന്തൊക്കെയോ മറന്നു. പിന്നെ എന്തോ ഒരു സംഭവം പിന്നെയും മറന്ന പോലെ ഉണ്ട്. അതാണ് ഞാനിപ്പോൾ പിന്നെയും ഇങ്ങനെ എൻ്റെ മുഖം തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണത് ഈശ്വരാ. പക്ഷെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ചിരി വന്നു. ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ എൻ്റെ വാച്ചാണ് ഞാൻ മറന്നത്. ഇപ്പോൾ വാച്ചിട്ടു. ഇപ്പോൾ
വേറൊന്നുമില്ല, വാച്ച് മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾക്ക് എൻ്റെ ഫുൾ വീഡിയോ ഒക്കെ കാണുന്നത് ഇഷ്ടമാണോ, അല്ലെങ്കിൽ ഷോർട്സ് ആണോ നിങ്ങൾക്ക് ഇഷ്ടം? നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ കംഫർട്ടബിൾ കാണാൻ വേണ്ടി? അതൊക്കെ എന്തായാലും നിങ്ങൾ പറയുക. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ എനിക്കിങ്ങനെ എന്താ, ഞാനിങ്ങനെ പൊതുവെ ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു ലോങ് വീഡിയോയിൽ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ പറയുക. അങ്ങനെ ഫൈനലി എൻ്റെ വാച്ച് ഞാൻ കിട്ടി. ആ വാച്ച് വേണം, അത് എക്സാം ആണെന്നൊന്നുമില്ല, എനിക്ക് എല്ലാ ദിവസവും വാച്ച് വേണം. വാച്ച് ഭയങ്കര വാച്ചില്ലെങ്കിൽ ഒട്ടും പറ്റില്ല. കൈ ഒഴിഞ്ഞ് കിടക്കുന്നതിൻ്റെ ഒന്നുമല്ല, നമുക്ക് ഫോണിൽ സമയം നോക്കുന്നതിനെക്കാട്ടും ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ കൊടുക്കുക വാച്ചിലാണ്. അതെന്താണെന്നറിയില്ല. വാച്ച്. പിന്നെന്താ, ഞാൻ വെള്ളം എല്ലാം എടുത്തു, പാക്ക് ചെയ്തു. ബാഗ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, എക്സാം ആയത് കാരണം കാര്യമായിട്ട് ബുക്സൊന്നുമില്ല. പഠിക്കാനുള്ള മെറ്റീരിയൽസും വാട്ടർ ബോട്ടിൽ, പിന്നെ നമ്മുടെ ചോറ്, അത്രയൊക്കെ തന്നെ ഉള്ളൂ. വേറെ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല ബാഗിൽ. പിന്നെ ഞാൻ എക്സ്ട്രാ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ആക്ച്വലി ചൂട് കൂടുതലാണെങ്കിൽ ഞാൻ ഈ ഒരു യൂണിഫോം മാറ്റും. എക്സാം എഴുതുമ്പോഴത്തേക്ക് ഈ കോട്ടൊക്കെ ഇട്ടിരുന്ന് ഇങ്ങനെ എഴുതാൻ പറ്റില്ല ഗൈസ്, നല്ല ചൂടാണിപ്പോൾ. ഞാനിപ്പോൾ ഡാൻസ് കളിക്കണത് എന്തിനാണെന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. എനിക്കറിയില്ല. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ റെഡി ആകുമ്പോൾ നമ്മുടെ കണ്ണാടിയുടെ മുമ്പിലൊക്കെ വെച്ച് ഡാൻസ് കളിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പൂരി മസാല ആയിരുന്നു. നല്ല ടേസ്റ്റാണ്. അമ്മ ഉണ്ടാക്കുന്ന പൂരി മസാലയ്ക്ക് നല്ല സൂപ്പർ ടേസ്റ്റാണ്, അതൊരു രക്ഷയില്ല. അപ്പോഴാണ് എന്താ പറയുക, ഒരു രാവിലെ എന്നുള്ളൊരു ഇത് തോന്നിയത് എനിക്ക്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു മൂഡ് ഉണ്ടാവില്ല. അപ്പം ഞാൻ 5 പൂരി കഴിച്ചു. 5 പൂരി, പിന്നെന്താ കറി, മസാലക്കറി ഉരുളക്കിഴങ്ങിൻ്റെ മസാലയാണ്, നല്ല ടേസ്റ്റാണ് അമ്മ ഉണ്ടാക്കുന്നത്. പിന്നെന്താ രാവിലെ ചായ കുടിച്ചു. ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവാറുള്ളത്. പൊതുവേ ചായ മസ്റ്റാണ്. ചായ കുടിച്ചില്ലെങ്കിൽ പിന്നെ ആ ദിവസം ഫ്ലോപ്പാണ്. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം സെറ്റായി, റെഡിയായി. ഞാൻ ടാറ്റ ബൈ ബൈ പറഞ്ഞ് കോളേജിലേക്ക് ബസ് കയറാൻ നടക്കുകയാണ്. ഇതെൻ്റെ റോഡാണ്, ഞങ്ങളുടെ വീടിൻ്റെ അവിടുത്തെ. പിന്നെ ആക്ച്വലി ബസ് കയറി കഴിഞ്ഞാൽ പിന്നെ 1.5 മണിക്കൂർ ഇങ്ങനെ ഇരിക്കാം ബസ്സിൽ. ഞാനൊരു അരമണിക്കൂറിന് ശേഷം ഞാൻ കിടന്നുറങ്ങും. പക്ഷേ ആ ഉറങ്ങുന്നതിന് മുന്നേ ഞാൻ ഭയങ്കര എനർജിയോടെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെന്താ, നമ്മുടെ കോളേജെത്തി. കോളേജിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾക്ക് അമ്പലമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എത്തിയപ്പോഴത്തേക്കും 10:30 അമ്പലം ഓൾമോസ്റ്റ് അടക്കും. പിന്നെ ഞാൻ കോളേജിലെത്തി. ഞാൻ കോളേജിൽ ഇപ്പോൾ എക്സാം സമയത്ത് ഞാൻ ആദ്യം പോയി പഠിക്കാനിരിക്കാറുള്ളത് നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ റൂമാണത്. ഞങ്ങളുടെ ഏറ്റവും ടോപ്പാണ് കോളേജിൻ്റെ. അപ്പോൾ ഇവിടെയാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ക്ലാസ് ഭഗത് സാർ ഞങ്ങൾക്ക് എടുക്കാറുള്ളത്. അപ്പോൾ ഇവിടെയാണ് ഞാൻ ഫസ്റ്റ് സെം മുതൽ മെയിൻ എക്സാം ഞാൻ ഇവിടെ വന്നിരുന്നാണ് പഠിക്കാറുള്ളത്. ഈ സമയത്ത് ഇവിടെ ആരും ഉണ്ടാവില്ല. ഇവിടെ എന്നല്ല, കോളേജിലും കുട്ടികളുണ്ടാവില്ല. കാരണം ഉച്ചയ്ക്ക് 2:30ക്കാണ് എക്സാം. ഞാൻ 10:30 ആയപ്പോൾ തന്നെ രാവിലെ ഞാൻ എത്തി. പിന്നെന്താ, ഞാൻ ഡ്രസ്സ് മാറ്റി, കാരണം ചൂടൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഡ്രസ്സ് മാറ്റി. പിന്നെ ഉച്ചയായി, നമ്മുടെ ലഞ്ച് കഴിച്ചു. രാവിലെ കഴിച്ചത് തന്നെ സെയിം സാധനം തന്നെയാണ് ഞാൻ ഉച്ചയ്ക്കും കഴിച്ചതും. കാരണം ഞാൻ പറഞ്ഞില്ലേ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചോറ് വേണ്ട എന്ന് പറഞ്ഞു, പൂരി തന്നെ മതി എന്ന് പറഞ്ഞു അമ്മയടുത്ത്. പിന്നെന്താ, കുറേ നേരം ഇരുന്ന് പഠിച്ചു. കാരണം പഠിച്ചില്ലെങ്കിൽ ഒന്നും എഴുതാൻ പറ്റില്ല. പഠിക്കണം, പഠിച്ചാലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ മാർക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ഒരു ഇത് എല്ലാവർക്കും വേണം. അല്ലാണ്ട് ആരും നമുക്ക് വെറുതെ മാർക്കൊന്നും കൊണ്ടുവന്നിട്ട് തരില്ല. നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മളെപ്പോഴും കൊടുക്കണം. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ വേറെ ഫ്രണ്ട്സിനൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം വീഡിയോസൊക്കെ എടുക്കാൻ മറന്നുപോയി ആ ഒരു തിരക്കിൽ. പിന്നെ ഞാൻ ബസ്സിൽ കയറി നേരെ വീട്ടിൽ പോയി. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ബൈ.